അച്ഛൻ, അമ്മ, മുത്തശ്ശി, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം. അതിനപ്പുറത്തേക്കൊന്നുമില്ല. താൻ കൊള്ളാലോ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിവേ, താൻ വന്നതും പാടിയതും ഞാൻ ശ്യാമ മേഡത്തെ അറിയിക്കുന്നുണ്ട്. ഐ തിങ്ക് ശ്യാമ മേഡം തന്നെ വിളിക്കും. അയ്യോ, എന്നെയോ? വിളിക്കും. അപ്പൊ തനിക്ക് മനസ്സിലാവും ഇത്ര ഉയർച്ചയിലിരിക്കുന്ന ശ്യാമ മേഡത്തിന്റെ മനസ്സ് എത്ര സിമ്പിളാണെന്ന്. അങ്ങനെ ഒരു കോള് വന്നാല് അതായിരിക്കും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷം. എന്റെ ജീവിതത്തിന്റെ പൂർണ്ണത ആ അമ്മയാ. നിങ്ങൾ പറഞ്ഞത് നേരാ. ഏട്ടൻ ഇവനെ വല്ലാതെ പിടിച്ചിട്ടുണ്ട്. വരുണിന്റെ തീരുമാനം ഉറച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോവും. അപ്പൊ പിന്നെ കണിമംഗലത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഒരേ ഒരു ഓപ്ഷൻ ഇവൻ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ മാറ്റത്തില് കൽപ്പനയ്ക്ക് വല്ലാത്ത പരാതി ഉണ്ടാവും. അത് ശ്രദ്ധിച്ചോണം. കൽപ്പനയ്ക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കൽപ്പനയുടെ സംസാരം കണിമംഗലത്തിന് ദോഷമാണെന്നാ ഏട്ടനും ഏട്ടത്തെയും അമ്മയും ചിന്തിക്കുന്നത്. അതുകൊണ്ട് അത് വിട്ടേക്ക്. എന്റെ അച്ഛ, ഇവരെയൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല. കരഞ്ഞും കാലു പിടിച്ചുമൊക്കെ വരുണിന്റെ തീരുമാനം മാറ്റാൻ അവര് ശ്രമിക്കും. അക്കാര്യത്തിൽ എനിക്കൊരു ടെൻഷനുമില്ല. വരുണിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു തീരുമാനമെടുത്താൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കും. പ്രത്യേകിച്ച് പ്രിയങ്കയെ പിരിയുക എന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. പക്ഷേ വരുൺ വെറുതെ അങ്ങ് പോയാൽ പോരാ. എപ്പോൾ വേണമെങ്കിലും വരുൺ തിരിച്ചു വരാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്കൊരു കാര്യവും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തു വേണം? വരുൺ തിരിച്ചു വരില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം, വേണ്ടേ? എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഏട്ടനും മോനും തമ്മിൽ പിണക്കത്തില. പക്ഷേ പോകുന്നതിന് മുമ്പ് അതിന്റെ ആഴം കൂടണം. എന്ന് വെച്ചാൽ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ടേ വരുൺ പോകാവൂ. പരസ്പരം പിരിയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അതിന്റെ കളികളാണ് ഇനി നടത്തേണ്ടത്. മനസ്സിലായി. അച്ഛന്റെ ബുദ്ധിക്ക് ഈ അടുത്തായിട്ട് മൂർച്ച കൂടി തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാം? നിന്നെ സിംഹാസനത്തിൽ ഇരുത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. മുന്നോട്ടുള്ള നടത്തം സൂക്ഷിക്കണം. ഒരു വാക്കിലോ നോട്ടത്തിലോ പോലും ആർക്കും ഒരു സംശയം തോന്നരുത്. ഗൗതമിനെ കുറിച്ച് ചോദിച്ചാൽ നിഷ്കളങ്കതയുടെ പര്യായമാണെന്ന് അവര് പറയണം. ബാക്കിയുള്ളവരത് സമ്മതിക്കാൻ വേണം. കേട്ടല്ലോ?